പമ്പ സംഗമം ജനുവരി 12-ന് നടക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പമ്പ സംഗമം ദേവസ്വം മന്ത്രി ഉദ്ഘാടനം ചെയ്യും. നടൻ ജയറാം മുഖ്യാതിഥിയാകും. 25-ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്ന തങ്കയങ്കി ദേവസ്വം വകുപ്പ് മന്ത്രി സ്വീകരിക്കും. വൈകുന്നേരം സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് സ്വീകരിക്കും. നാളെ വെർച്വൽ ക്യൂ 50,000 മാത്രമായിരിക്കും. എന്നാൽ 26-ന് 60,000 ആയിരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, പമ്പ സംഗമം ജനുവരി 12-ന് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ PS പ്രശാന്ത് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. വിവരങ്ങൾ. ഒരു ഇടക്കാലത്തിനു ശേഷമാണ് ശബരിമലയിൽ വീണ്ടും പമ്പാ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പമ്പാ സംഗമം നടക്കാൻ ആലോചിക്കുന്നത് ജനുവരി 12-നാണ്. അതായത് മകരവിളക്ക് മഹോത്സവത്തിന്റെ അവസാന ദിവസത്തിന് മുമ്പായിട്ടാണ് പമ്പാ സംഗമം നടത്താൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ മുഖ്യ അതിഥിയായി പത്മശ്രീ ജയറാം ആയിരിക്കും പങ്കെടുക്കുക. മറ്റു വിശിഷ്ട വ്യക്തികളും സാംസ്കാരിക നായകരും ആത്മീയ ആചാര്യന്മാരെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തവണത്തെ പമ്പാ സംഗമം സംഘടിപ്പിക്കുക ഉണ്ടാവുക. ജനുവരി 12-ന് വൈകുന്നേരം 4 മണിക്ക് പമ്പാ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ പമ്പാ സംഗമം ആരംഭിക്കും. 4 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം ഉണ്ടാവുക. ദേവസ്വം ബോർഡിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 75 ദീപങ്ങൾ തെളിയിക്കുന്ന ചടങ്ങ് കൂടി പമ്പാ സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും വിപുലമായ ഒരു പരിപാടിക്കാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം അഖിൽ, മണ്ഡല പൂജ നാളെ വെർച്വൽ ക്യൂ 50,000 മാത്രമായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. 26-ന് അത് 60,000. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. വെർച്വൽ ക്യൂ നിയന്ത്രിക്കാൻ തീരുമാനമെടുത്തത് മണ്ഡലപൂജയുടെ മുന്നോടിയായിട്ടാണ്. അതായത് നാളെ 25-നും മറ്റന്നാൾ 26-നുമാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെ 25-ന് 50,000 പേർക്കും 26-ാം തീയതി മണ്ഡലപൂജ നടക്കുന്ന ദിവസം 60,000 പേർക്കും മാത്രമായിരിക്കും വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിനുള്ള സംവിധാനം ഒരുക്കുക. ഈ 2 ദിവസങ്ങളിലും 5,000 പേർക്ക് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം 26-ാം തീയതി നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പ ഭക്തർക്ക് ഇവിടെ നിൽക്കാനോ ദർശനം നടത്താനോ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി അഖിൽ, പമ്പ സംഗമം ജനുവരി 12-ന് നടക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പമ്പ സംഗമം ദേവസ്വം മന്ത്രി ഉദ്ഘാടനം ചെയ്യും. നടൻ ജയറാം മുഖ്യാതിഥിയാകും. 25-ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്ന തങ്കയങ്കി ദേവസ്വം വകുപ്പ് മന്ത്രി സ്വീകരിക്കും. വൈകുന്നേരം സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് സ്വീകരിക്കും. നാളെ വെർച്വൽ ക്യൂ 50,000 മാത്രമായിരിക്കും. എന്നാൽ 26-ന് അത് 60,000 ആയിരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.